This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ലോകം വിരൽത്തുമ്പിൽ ഒതുങ്ങുമ്പോഴും വീടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന കിടപ്പു രോഗികൾക്ക് ആശ്വാസമായി റേഡിയോ സെറ്റുകൾ വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലാ ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷനും ചെറുപുഴ ഗ്രാമീണ വായനശാല സാന്ത്വനവേദിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. വായനശാല പരിധിയിലെ തിരഞ്ഞെടുത്ത 6 കിടപ്പു രോഗികൾക്കുള്ള റേഡിയോ സെറ്റുകളുടെ വിതരണോദ്ഘാടനം ആകാശവാണി പ്രോഗ്രാം മേധാവിയും ഫൗണ്ടേഷൻ കോർഡിനേറ്ററുമായ PV പ്രശാന്ത് കുമാർ നിർവഹിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി K ദാമോദരൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. വായനശാല പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ ട്രഷറർ MV തമ്പാൻ കരിവള്ളൂർ, ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ TP പുഷ്പ മുരളി എന്നിവർ സംസാരിച്ചു. വനിതാവേദി പ്രതിനിധി രജിത ഷൈജു നന്ദി രേഖപ്പെടുത്തി. വലിയ ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ടാണ് രോഗ ചികിത്സയും അതുപോലെ അനുബന്ധമായ മറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഭീമമായ തുക നേരിടുവാൻ നമ്മുടെ ആളുകൾക്ക്, രോഗികൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് സാധ്യമല്ല. ചുരുക്കത്തിലെ ആളുകൾക്കൊക്കെ അതിന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അവർക്കൊന്നും അത് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുവാൻ നമ്മുടെ വായനശാല പോലെയുള്ള ക്ലബ്ബുകൾ പോലെയുള്ള ഇതേപോലെ ചാരിറ്റി സ്വഭാവത്തോട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ അവർക്കൊരു ആശ്വാസമാവുകയുള്ളൂ. ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അല്ലെങ്കിൽ അവരുടേതായ പ്രത്യേകമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, അവർ പല കാരണങ്ങളാലും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരായി മാറിപ്പോകുന്നു. ചിലർ വാഹനാപകടത്തിലായിരിക്കും, ചിലർ മറ്റ് രോഗങ്ങൾ കൊണ്ടായിരിക്കും, മറ്റു ചിലരാണെങ്കിൽ ജന്മന അസുഖബാധിതരായിരിക്കും. പക്ഷേ പഴയ കാലത്തുള്ളതുപോലെ ഒരു കൂട്ടുകുടുംബമായി ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാനും സഹായിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമോ കാലാവസ്ഥയോ അല്ല ഇന്നുള്ളത് എന്നതുകൊണ്ട് അത്തരക്കാരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ സഹായിക്കാനും അവരുടെ വിഷമതകൾ പങ്കുവെക്കാനും ഇത്തരത്തിലുള്ള സേവന മനോഭാവമുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. ട്രാൻസ്ഫറായി പോയി. ഇപ്പം ഞാൻ അവിടുത്തെ പ്രോഗ്രാം മേധാവിയാണ്. ഭാഷ കന്നഡയാണ്. അതുകൊണ്ട് കാര്യമായ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ പറ്റാറില്ല. മറ്റുള്ളവരെ കൊണ്ട് ഇടപെടിപ്പിക്കാൻ മാത്രമാണ് പറ്റും, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാണ്. പക്ഷേ ഈ ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ജനനം അതൊരു പ്രത്യേകമായൊരു നിമിത്തമായിരുന്നു. അത് ഞാനിവിടെ അവതരിപ്പിക്കാം. നമുക്കെല്ലാം അറിയാം, കോവിഡ് വന്ന കാലം, കോവിഡ് വന്ന് എല്ലാവരും ഓൺലൈനിലായി ജീവിക്കുന്ന കാലം. ആ സമയത്ത് ആകാശവാണി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആകാശവാണിയുടെ നേരെ മുമ്പിലാണ് എൻ്റെ വീട്, കണ്ണൂർ ആകാശവാണിയുടെ നേരെ മുമ്പിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പരിപാടി അവതരിപ്പിക്കായിരുന്നു. കോവിഡായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുമ്പോഴും ഞാൻ നടന്നു പോയിട്ട് ആകാശവാണി പോയി സ്ഥിരമായി ലൈവ് പ്രോഗ്രാം അവതരിപ്പിക്കായിരുന്നു. അങ്ങനെ ഏകദേശം ഈ സാമൂഹിക അകലം എന്നുള്ള സംഭവം, ഈ മാസ്കും ഒക്കെ ആയിട്ടുള്ള ജീവിതം തന്നെ നടക്കുമ്പോൾ ഞാൻ അവിടെ തുടങ്ങിയൊരു പ്രോഗ്രാമിൻ്റെ പേരാണ് ജീവിതം പറയുമ്പോൾ എന്നുള്ളത്. അതൊരു ലൈവ് പ്രോഗ്രാമാണ്, ലൈവ് ഫോണിൻ പരിപാടിയാണ്. സ്റ്റുഡിയോയിൽ ഞങ്ങളിരിക്കും, പൊതുജനങ്ങളോട് അവരുടെ വിഷമങ്ങൾ ആകാശവാണിയിലേക്ക് വിളിച്ച് പറയാം. അപ്പോൾ നമ്മളത് കേൾക്കുക. 1 മണിക്കൂർ പ്രോഗ്രാമാണ്, ഉച്ചയ്ക്ക് 2:30 തൊട്ട് 3:30 വരെ, ബുധനാഴ്ച ദിവസം. അപ്പോൾ ഈ പരിപാടികളെല്ലാം ഈ ആൾക്കാരൊക്കെ വിളിക്കുന്നു. വീടില്ലാത്തവർ, ഡയാലിസിസ് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിലൂടെ. അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി വിളിക്കുക. അപ്പോൾ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരാളുടെ വേദന കേൾക്കാൻ 2 ചെവി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം എന്താണെന്നറിയാലോ. ഒരാളുടെ വിഷമം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഒരാളുണ്ടാകുമോ എന്നില്ലാണല്ലോ. അപ്പോൾ കേൾക്കാൻ ഞങ്ങളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഈ പരിപാടി ഇങ്ങ് ഹിറ്റായി. എല്ലാ ഭാഗത്തുനിന്നും വിളി കൊടുക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിക്കുമ്പോഴേ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായി. എന്താ വെച്ചാൽ ഞങ്ങൾ ഇരുന്നിങ്ങനെ കേൾക്കുകയാണ് ആൾക്കാരുടെ പ്രശ്നങ്ങൾ, വീടിൻ്റെ പ്രശ്നം, ക്യാൻസർ പേഷ്യൻസ്, ഈ പറഞ്ഞ ഡയാലിസിസ് ചെയ്യാൻ പൈസ ഇല്ലാത്ത പ്രശ്നങ്ങൾ,
അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ആരും സഹായിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതാണ് വിഷമങ്ങൾ കേൾക്കുക. നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫൗണ്ടേഷനെ പറ്റിയിട്ട് അതിൻ്റെ ജനനം മുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കും ജീവിക്കുന്നവരിലെ കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്. 2022 ജൂൺ 30 മുതൽ ആണ് നമ്മുടെ പ്രവർത്തനം ഈ 10 രൂപ എന്ന ആശയത്തിൽ നിന്നും മുന്നോട്ട് പോകുന്നു. ഇന്ന് ഏകദേശം 16 ലക്ഷത്തിലധികം രൂപ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് രോഗികൾ, ക്യാൻസർ രോഗികൾ, മറ്റ് അംഗവൈകല്യം സംഭവിച്ചവർ, മാറാവ്യാധികളുകൊണ്ട് കിടപ്പ് രോഗികൾ, ഇവർക്കെല്ലാം നമ്മൾ 10,000 രൂപയുടെ ക്രോസ് ചെയ്ത ചെക്ക് അവരെ വീട്ടിലെത്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇല്ലവരാരും ഒന്നും കൊടുക്കില്ല. അങ്ങനെയാണ് നമ്മളെ സമൂഹം. ഇപ്പം നമുക്ക് എത്ര കണ്ട് പണമുണ്ടോ അവരൊന്നും കൊടുക്കില്ല. ശരിക്കും ഇല്ലാത്തവരിപ്പോൾ നമുക്കൊരു 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള മനസ്സിലവർ ആയിരിക്കണം നമ്മളെല്ലാവരും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ റേഡിയോ പാർട്ണർ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ പറയാം. നമ്മൾ ഈ ഇത്തരത്തിലുള്ള ശേഷം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. അവരെ നമുക്ക് വലിയൊരു അനുഭവമാണ്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് ഒരു മാസം 50 രൂപയാണ്. അത് നമുക്കിപ്പോൾ ഞാൻ 2022 മുതൽ എല്ലാ മാസം 50 രൂപ ഈ ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ കടം വന്നിട്ടൊന്നുമില്ല. ഇതിൻ്റെ കടം ഉണ്ടെന്നേ ഇല്ല, വേറെ കൂടുതലായിട്ട് കടം വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഫൗണ്ടേഷനിലേക്ക് വരും. പിന്നെ മെമ്പർമാരായിട്ട് തന്നെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ ഒരുപാട് മെമ്പർമാർ. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985 242 140, മൊബൈൽ 6238 064141.